ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ദാസന് നിറഞ്ഞ മനസ്സോടെ എല്ലാവരും കരങ്ങൾ ചേർത്തടിച്ച് വേദിയിലേക്ക് ക്ഷണിച്ചു. All the other gods, they are the works of man. You are the most high God. There is none like you. All the other gods, they are the works of man. You are the most high God. There is none like you. Jehovah, you are the most high. You are the most high God. Jehovah, you are the most high. You are the most high God. You are good and your mercy is forever. Hallelujah. Jehovah, you are the most high. You are the most high God. Jehovah, you are the most high. You are the most high God. Jehovah, you are the most high. You are the most high God. Hallelujah. Praise the Lord. I thank you, the joy and privilege to be here in your midst today. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ വളരെ ആനന്ദത്തോടു കൂടിയാണ് ഇന്ന് നിങ്ങളുടെ സന്നിധിയിലായിരിക്കുന്നതിൽ. We read in the Psalm that lions may grow weak and hungry, but those who seek the Lord lack no good thing. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കുന്നു. Yeah, but those who seek the Lord lack no good thing. Amen. I thank God for your pastor and his wife. നിങ്ങളുടെ ദൈവദാസനും ദൈവദാസിക്കുമായ ദൈവത്തെ ഞാൻ നന്ദി പറയുന്നു. Let's clap our hands and appreciate them for the work that they're doing here in this city. കരങ്ങളെ അടിച്ച് അവർക്കൊരു നന്ദി കരയറ്റിയാട്ടെ അവർ ഈ സിറ്റിയിൽ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതിനായി. God has placed them here with a specific purpose. ചില പ്രത്യേക ഉദ്ദേശങ്ങളോട് കൂടിയാണ് ദൈവം അവരെ ഈ സിറ്റിയിൽ, ഈ ടൗണിൽ, ഈ പട്ടണത്തിൽ അവരെ നിർത്തിയിരിക്കുന്നത്. So I would say make use of them. ദൈവം അവരെ ഉപയോഗിക്കട്ടെ എന്ന് നിങ്ങൾ അവരെ ഉപയോഗിക്കണമെന്ന് ഞാൻ അറിയിക്കുന്നു. എപ്പോഴും അവരിവിടെ കാണത്തില്ലായിരിക്കും. ദൈവം അവരെ ചിലപ്പം വേറെ സ്ഥലത്തൊക്കെ അയക്കും. ദൈവം പല കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഉള്ള സമയം നിങ്ങൾ മേക്ക് യൂസ് ചെയ്യണം. Amen. So when you get them free, make sure you use them. May God use them mightily among you. അവർ ഫ്രീ ആയിരിക്കുന്ന സമയങ്ങൾ നിങ്ങൾ അവരെ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഉപയോഗിക്കണം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറിയിക്കും. Amen, amen. I thank God for my family. God has blessed me with a wonderful wife and 3 children. എനിക്ക് ഭാര്യയും 3 കുഞ്ഞുങ്ങളും ഉണ്ട്. അവരോടൊപ്പം ആയിരിക്കും ഞാൻ ദൈവസന്നിധിയിലായിരിക്കുന്നത്. My wife is from Punalur. എൻ്റെ ഭാര്യ പുനലൂരിൽ നിന്നാണ്. I am from Rani. ഞാൻ റാന്നിയിൽ നിന്നുമാണ് വരുന്നത്. My family is originally from Rani, but I grew up outside India. I was born in Saudi Arabia in 1987. ഞാൻ റാന്നിയിലാണ് ജനിച്ചത്. എൻ്റെ ഒറിജിൻ റാന്നിയിലാണെങ്കിലും ഞാൻ പഠിച്ചതും വളർന്നതുമൊക്കെ സൗദി അറേബ്യയിലാണ്. Anybody born in 1987 here? ആരെങ്കിലും 1987 87 ജനിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? 1987? ഇല്ല. So I'm the only one. So I'm going to be 38 years old this year. ഞാൻ ഈ വർഷം 38 വർഷം തികയുകയാണ്. Amen. So in the portion that God took me to is found in John chapter number 5. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 6-ാം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ വായിക്കാം. John chapter 5 verses 6. 5-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. Do you want to get well? നിങ്ങൾക്ക് സൗഖ്യമാകണമെന്നുണ്ടെങ്കിൽ, സൗഖ്യമാകാൻ മനസ്സുണ്ടോന്ന് യേശു ചോദിച്ചു. Amen. ഇന്ന് നമ്മളോട് ദൈവം ഇതാ ചോദിക്കുന്നത്, do you want to get well? നിങ്ങൾക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോന്ന് ദൈവം ചോദിച്ചു. Amen. Do you want your situation to change? നിങ്ങളുടെ അവസ്ഥകളെ മാറുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? Amen. Because God can do it. ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും. Now God is asking, do you want to change? ദൈവം ചോദിക്കുന്നു, നിങ്ങൾക്ക് മനസ്സുണ്ടോ? Sometimes we get very comfortable where we are.
നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. And God told me this verse because this man was at this pool for 38 years. ഈ ദൈവം സംസാരിച്ചത് ഈ മനുഷ്യൻ കഴിഞ്ഞ 38 വർഷമായിട്ട് ഈ പൂളിന്റെ അല്ലെങ്കിൽ ഈ കുളത്തിന്റെ കരയിലായിരുന്നു. So God told me, you cannot stay. I'm going to be 38 years old this year. ഈ വർഷം ഞാൻ 38 വർഷം തികയ്ക്കാൻ പോവുകയാണ്. ഏപ്രിൽ ആകുമ്പോൾ 38 വയസ്സാവും. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞു ഇങ്ങനെ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നാൽ പോരാ. Amen. So in your life, maybe you are turning 30, maybe you are turning 50, maybe you are turning, I don't know what, 55, 35, whatever age you are, God is asking you the same question today. Do you want to change? Do you want to just sit there like you are, or do you want this year to be different? നിങ്ങൾ പല പ്രായത്തിലേക്ക് കടക്കുവാൻ തയ്യാറായിരിക്കുന്നവരാണ്. ചിലപ്പോൾ 30 ആയിരിക്കാം, 55 ആയിരിക്കാം, മറ്റ് ഏത് പ്രായത്തിലായിരിക്കാം. പക്ഷെ ദൈവം ചോദിക്കുന്നു, നിങ്ങൾ ഈ സാഹചര്യത്തിൽ ഇരുന്നാൽ മതിയോ, അതോ നിങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണോ? So this man was at this pool called Bethesda. ഈ ബെഥെസ്ദ എന്ന കുളത്തിന്റെ അതിന്റെ ചുവട്ടിലായിരുന്നു ഈ മനുഷ്യൻ കിടന്നിരുന്നത്. And there were a lot of disabled people there. അവിടെ കുറെ വയ്യാത്ത അല്ലെങ്കിൽ രോഗിതരായിട്ടുള്ള പല ആളുകൾ ആ പൂളിന്റെ കരയിൽ ഉണ്ടായിരുന്നു. So there was blind people, lame and paralyzed people. അവിടെ കണ്ണ് കാണാത്ത ആളുകൾ ഉണ്ടായിരുന്നു, അന്ധന്മാരുണ്ടായിരുന്നു, പാരലൈസ്ഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. But here it says this man was here for 38 years. പക്ഷേ ഈ മനുഷ്യൻ അവിടെ 38 വർഷമായി ആ കുളത്തിന്റെ കരയിലായിരുന്നു. So the thing about this pool, ഈ കുളത്തെ പറ്റി പഠിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ it says that the angel comes and stirs the pool. ഈ ചില സമയങ്ങളിൽ ദൂതന്മാർ ആ കുളത്തിൽ വരികയും അത് കലക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. And the first person to jump in the pool gets healed. ദൂതന്മാർ കലക്കിയതിനു ശേഷം ആദ്യം ഇറങ്ങുന്നയാള് സൗഖ്യം പ്രാപിക്കും, സൗഖ്യമാകുന്ന ഒരു സംഭവം അവിടെ നടക്കുന്നു. It doesn't matter what his illness is. അവന്റെ രോഗം എന്ത് എന്നുള്ളത് പ്രശ്നമായിരുന്നില്ല. But God is able to heal. ദൈവത്തിന് അവനെ സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നു. And today I'm standing here. The church is called Miracle Church International. ഞാൻ ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഈ ചർച്ചിന്റെ പേര് മിറക്കിൾ ചർച്ച് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ചർച്ചിലായിരിക്കുമ്പോൾ I came on December 31st just because I saw the name. December 31st I came here just because I saw this name. ഈ പേര് കണ്ടുകൊണ്ട് മാത്രമാണ് ഡിസംബർ 31st ഞാൻ ഇവിടെ വന്നത്. I didn't know we were neighbors with pastor. എനിക്കറിയില്ലായിരുന്നു ഇദ്ദേഹം എൻ്റെ നെയ്ബർ ആയിരുന്നു, എൻ്റെ അയൽവക്കത്തുള്ള ആളായിരുന്നെന്ന്. But when I came here I found out. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അദ്ദേഹത്തെ കാണുവാനിടയായത്. There are some prophecies over my life as well. എൻ്റെ ജീവിതത്തിലും ചില പ്രവചനങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. God has said that we as a family will be involved in different type of ministries. ഞാനും എൻ്റെ കുടുംബവും ചില ഡിഫറെന്റ് ടൈപ്പ് വ്യത്യസ്തമായ ചില ദൈവിക കാര്യങ്ങൾ ഏർപ്പെടുമെന്നുള്ള ഒരു പ്രൊഫസി, ഒരു പ്രവചനം എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. So when I saw this name I was very attracted. And I said, I want to come and receive something from the Lord. ഞാൻ ഈ ചർച്ചിന്റെ പേര് കണ്ടപ്പോൾ എന്നെ വല്ലാതെ ആകർഷിച്ചു. എനിക്കും എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. I didn't come to minister, but I wanted to receive something. ഞാൻ ഇവിടെ മിനിസ്റ്ററി ചെയ്യുവാനല്ല, ശുശ്രൂഷ ചെയ്യുവാനല്ല വന്നത്, ഞാനും ചിലത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് വന്നത്. And God spoke to me on the December 31st meeting. December 31st year ending meeting il Devan enodu samsarichu. Amen. And I believe that those things will come to pass in the days to come. ഈ വരും ദിവസങ്ങളിൽ എൻ്റെ ജീവിതത്തിലും ചില കാര്യങ്ങൾ സംഭവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. Amen. 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 So this man is lying there for 38 years. ഈ മനുഷ്യൻ 38 വർഷമായി കുളത്തിന്റെ കരയിൽ കിടക്കുകയായിരുന്നു. And Jesus is looking at him. ദൈവം യേശു അവനെ കണ്ടു. And he realizes that he was there for a long time. യേശുവിന് മനസ്സിലായി ഇവൻ ലോങ് ടൈമായി, കഴിഞ്ഞ കുറെ കാലങ്ങളായി അവൻ ഈ കുളത്തിന്റെ കരയിൽ കിടക്കുകയാണെന്ന്. And he asked the question, do you want to get well? യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. And this man replies, അവൻ മറുപടി പറഞ്ഞത് എന്തെന്നാൽ, say, I have no one to help me into the pool. എന്നെ ആരും കുളത്തിലേക്ക് കൊണ്ടുപോയി നിർത്തുവാൻ, എന്നെ സഹായിക്കുവാൻ ആരുമില്ലെന്ന് അവൻ മറുപടി പറഞ്ഞു. And sometimes in our life we have the same excuses. ചില സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ചില എക്സ്ക്യൂസുകൾ നമ്മൾ പറയാറുണ്ട്. We will have many reasons why we are where we are. നമ്മൾ ഇന്നായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പല എക്സ്ക്യൂസുകളുമുണ്ട്. We can say it's because I lost my job. എൻ്റെ ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്ന് നമ്മൾ പറയും. You can say because my father died or my grandfather died. ഞാൻ പറയും എൻ്റെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ മരിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ സാഹചര്യത്തിലായിരിക്കുന്നത്. You can say because somebody cheated me I'm in this position. ചില ആളുകൾ എന്നെ ചതിച്ചതുകൊണ്ടാണ് ഞാൻ ഇന്നും ഇങ്ങനെ തന്നെ തുടരുന്നെന്ന് പറയും. But Jesus did not ask him,
why you are not getting healed. യേശു ഒരിക്കലും ചോദിച്ചില്ല എന്തുകൊണ്ടാണ് നീ ഇവിടെ ആയിരിക്കുന്നതെന്ന്. He just said, do you want to get well? യേശു ചോദിച്ചത് ഒന്ന് മാത്രം, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? And he says, I am trying to get in. അവൻ പറഞ്ഞു, അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. But somebody else comes before me. എനിക്ക് മുൻപായി മറ്റൊരുത്തൻ അതിലേക്ക് ചാടും. Amen. Amen. So one good thing about this man is at least he is trying to get well. Sorry. At least this man is trying to get well. At least അതായത് കുറഞ്ഞപക്ഷം ഇദ്ദേഹം ശ്രമിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. But after 38 years, ഈ 38 വർഷത്തിന് ശേഷം Jesus is going to do a miracle for him. യേശു ഒരു വലിയ അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. And Jesus wants him to know one thing. Jesus wants him to know. യേശുവിന് ചിലത് അറിയേണ്ടതുണ്ട്. And Jesus doesn't. This man has seen many people get healed. ഈ മനുഷ്യൻ പല ആളുകൾ സൗഖ്യം പ്രാപിക്കുന്നവൻ കണ്ടിട്ടുണ്ട്. For 38 years many people got healed and left. കഴിഞ്ഞ 38 വർഷങ്ങൾ അനേക ആളുകളിൽ കുളത്തിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടിട്ടുണ്ട്. And everyone who got healed and left, എല്ലാവരും സൗഖ്യം പ്രാപിച്ച് കടന്നു പോകുമ്പോൾ they got in the water and came out. അവർ ആ കുളത്തിൽ ഇറങ്ങി അവർ വെളിയിൽ വരുമ്പോൾ, but here Jesus wants to do something different. യേശുവിന് എന്തോ പ്രത്യേകമായ എന്തോ ഒന്ന് ചെയ്യുവാനുണ്ട്. Something special for this man. എന്തോ ഒരു പ്രത്യേകമായ എന്തോ ഒരു കാര്യം. Jesus is going to heal him. യേശു അവനെ സൗഖ്യമാക്കാൻ പോകുകയാണ്. But without getting in the pool. അതിലേക്ക് ചാടാതെ തന്നെ യേശു അവനെ സൗഖ്യമാക്കാൻ പോകുകയാണ്. All his life he has seen people get healed by getting in the pool. അവന്റെ 38 വർഷങ്ങൾ അവന്റെ കഴിഞ്ഞ കാലങ്ങൾ അവൻ കണ്ടത് ആ കുളത്തിൽ ഇറങ്ങാതെ സൗഖ്യം സംഭവിച്ചിട്ടില്ല. But this morning Jesus wants to heal him. പക്ഷേ ഈ സമയം യേശു സൗഖ്യമാക്കാൻ പോകുന്നത് just with his word. അവന്റെ വാക്കുകൾ കൊണ്ടാണ്. He says, get up. അവൻ പറഞ്ഞു, എഴുന്നേൽക്കുക, pick up your mat, നിന്റെ കിടക്ക എടുക്കുക, and walk, നടക്കുക. ആമേൻ. Amen. And this morning God can do something different in your life. ഈ സമയം ദൈവം ചില വ്യത്യസ്തമായത് നിന്റെ ജീവിതത്തിൽ ചെയ്യുവാൻ പോകുകയാണ്. Don't expect God to do the same way he blessed somebody else. അവൻ മറ്റൊരാൾക്ക് ചെയ്തതുപോലെയല്ല നിങ്ങൾക്കും ചെയ്യാൻ പോകുന്നത്. God is able to do something special. യേശു ചെയ്യാൻ പോകുന്നത് വ്യത്യസ്തമായ ചിലതാണ്. God is able to do something new. ചിലത് പുതിയതിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. Not the same thing you have seen before. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെയല്ല, പുതിയത്. Not the same way God had blessed another church. He is going to bless this church differently. മറ്റു സഭകളെ അനുഗ്രഹിച്ചതുപോലെയല്ല ഈ സഭയെ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നത്. Amen. ആമേൻ. He sent his word and he healed this man. അവന്റെ വാക്ക് പുറപ്പെടുവിച്ച് ആ മനുഷ്യനെ സൗഖ്യമാക്കി. It says at once the man was cured. ആ മനുഷ്യൻ സൗഖ്യമായപ്പോൾ he picked up his mat and walked. അവന്റെ കിടക്ക എടുത്ത് അവൻ നടന്നു. Amen. ആമേൻ. So how did he know that he was healed? അവൻ എങ്ങനെ മനസ്സിലായി അവൻ നടന്നു സൗഖ്യമായി എന്നുള്ളത്? He had to trust God. അവൻ വിശ്വസിക്കണം ദൈവത്തെ. Amen. When God gives you a word, നിനക്ക് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you have to trust and get up. നീ അവനിൽ വിശ്വസിക്കുകയും നടക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യണം. Amen. And this morning I want to remind you, ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളോട് ഒന്ന് ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്നു, is that God wants to do something different, not like what you have seen before. നീ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെയല്ല, നീ പുതിയത് ഒന്ന് നിന്റെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ, and so expect that when God tells you to get up, you need to get up. When God tells you to get up, you need to get up. ദൈവം നിന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞാൽ നീ എഴുന്നേൽക്കണം. Amen. Amen. And it says on that day he was healed and he picked up his mat and he walked. ആ ദിവസം 38 വർഷം ആ കുളക്കരയിൽ കിടന്ന രോഗി സൗഖ്യം പ്രാപിക്കുകയും അവൻ തന്റെ കിടക്കയെടുത്ത് നടക്കുകയും ചെയ്തു. I believe God can do something different here today as well. ഞാൻ വിശ്വസിക്കുന്നു ദൈവം ചില പുതിയത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. Not like he's done before in the past. അവൻ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് വേണ്ടി ചെയ്തതുപോലെയല്ല, ചില പുതിയത് നമുക്ക് വേണ്ടി ദൈവം ചെയ്യും. He is able to do something special here today. അവൻ വ്യത്യസ്തമായ ചിലത് നമുക്ക് വേണ്ടി ചെയ്യും. If you believe it, നീ വിശ്വസിക്കുന്നുവെങ്കിൽ, if you will get up at the word of the Lord, നീ ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് നീ എഴുന്നേൽക്കുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ, he will surely do it in your life. നിന്റെ ജീവിതത്തിൽ ചിലത് ചെയ്യുവാൻ പോകുകയാ. It doesn't matter how many years you've been waiting. നീ എത്ര വർഷങ്ങൾ കാത്തിരുന്നു എന്നത് പ്രശ്നമല്ല. It may have been 38 years. ഒരുപക്ഷേ നീ അത് 38 വർഷമായി കാണുമായിരിക്കാം. And what happens when you wait 38 years? നീ 38 വർഷങ്ങൾ കാത്തിരുന്നതിന് എന്ത് സംഭവിക്കും? Yeah, you forget, you think that maybe it is not going to happen anymore. Sorry. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇത്ര നാളായി ഇനി ഇത് സംഭവിക്കാൻ പോകുന്നില്ലെന്ന്. അതെ, yes.
Amen. Amen. നമ്മൾ ചിലപ്പം ഒരു വർഷം പ്രാർത്ഥിക്കും, 2 വർഷം പ്രാർത്ഥിക്കും. After that, after 3-4 years, we forget about that prayer request. നമ്മൾ വിശ്വസിക്കും ചില നാളുകളിൽ നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ പിന്നീട് നമ്മൾ ചിന്തിക്കും അത് നടക്കാൻ പോകുന്നില്ല. ഒരു 3 വർഷത്തിന് ശേഷം നമ്മൾ വിശ്വസിക്കും ഇതിന് നടക്കത്തില്ല, ഇതിന് വിട്ടേക്കാമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും നമ്മുടെ മനസ്സിൽ. And this morning I'm here to remind you, the Lord wants you to remember some of the things, prayer requests that you have kept in His presence. കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തിന് വേണ്ടി ദൈവത്തിലേക്ക് നീ പറഞ്ഞ ചില നിന്റെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേലെ ഈ ദിവസങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി ചില നന്മകളെ നൽകും. Maybe you forgot about it, but God remembers it. ചിലപ്പോൾ നീ അത് മറന്നുപോയേക്കാൾ, പക്ഷേ ദൈവം അത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. And this man did not go to Jesus. Jesus came to him. ഈ മനുഷ്യൻ ഒരിക്കലും യേശുവിന്റെ അരികിലേക്ക് പോയിട്ടില്ല, പക്ഷേ യേശു അവന്റെ അരികിലേക്ക് വന്നു. Jesus knew his circumstance and He came to that man. അവന്റെ അവസ്ഥകൾ യേശുവിന് അറിയാമായിരുന്നു, അതുകൊണ്ട് യേശു അവന്റെ അരികിലേക്ക് ചെന്നു. And this morning the same question God is asking, do you want to get well? ഈ പ്രഭാതത്തിലും ദൈവം അത് തന്നെ നിങ്ങളോട് ചോദിക്കുന്നു, നിനക്ക് എഴുന്നേൽക്കുവാൻ താല്പര്യമുണ്ടോ? Amen. Amen. And depending on your response, God is able to move in your life. നിന്റെ പ്രതികരണം അനുസരിച്ചാണ് ദൈവം പ്രവർത്തിക്കുന്നത്. Amen. Amen. Praise the Lord. Praise the Lord. I thank God for this church. I believe that God has a plan and purpose for this church. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവത്തിന് ചില പദ്ധതികൾ ഈ സഭയെ പറ്റിയുണ്ട്. Praise the Lord. I know this man of God is probably nervous to translate today. Yes. But get ready to translate more. Amen. Thank you. Amen. I believe God will send more servants of God. Amen. We need different language worship in Rani. Amen. Amen. And may God use this church to accomplish that. Amen. Amen. We need different nationalities, different people to come here and praise God. ചില രാജ്യങ്ങളിൽ നിന്നും മറ്റു ഇന്റർനാഷണൽ ലെവലിൽ നിന്നുമൊക്കെ പല ഭാഷകളിൽ ഇവിടെ ആരാധന നടക്കുന്ന ഒരു അന്തരീക്ഷം ഈ നാളുകളിൽ സംഭവിക്കാൻ പോവുകയാണ്. ആമേൻ. Amen. I believe God is able to do that. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന് അത് ചെയ്യുവാൻ കഴിയും. There is nothing impossible with our God. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. If He desires to do it, He can do it. അവൻ വിചാരിച്ചാൽ ദൈവത്തിന് ചെയ്യുവാൻ പറ്റും. Amen. നമുക്കും അതിന് ആഗ്രഹം വേണം. Amen. We should also desire that God to do it in our midst. നമ്മളും അതിനു വേണ്ടി ആഗ്രഹിക്കണം, എന്നാൽ മാത്രമേ ദൈവം പ്രവർത്തിക്കൂ. And as God leads, may you take steps to do that. May God bless you. I believe God will prosper this church. God will give you all the resources that you need and continue to use you. ദൈവം എല്ലാ വിഭവങ്ങളോടുകൂടി ഈ സഭയെ വരുന്ന ആളുകളിൽ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. So at the end of last year, കഴിഞ്ഞ വർഷത്തിന്റെ അവസാന നാളുകളിൽ God gave me a verse. ദൈവം എനിക്കൊരു വചനം നൽകി. And this year, wherever I'm going, I'm sharing that. ഈ വർഷങ്ങൾ ഞാൻ എവിടെ പോയാലും അത് പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു. And that was in 1 Kings chapter number 2. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം. So here David is coming to the end of his life. ദാവീദ്. Yes. Amen. 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 Thank you. So David, he is going to die. ദാവീദ് മരിക്കുവാൻ പോകുന്ന സമയത്ത് And he brings his son Solomon close to him. അവന്റെ മകനായിട്ടുള്ള ശലോമോനെ അവൻ അരികിലേക്ക് വിളിച്ചു. And he is giving some instructions to. അവൻ ചില നിർദ്ദേശങ്ങൾ ശലോമോന് നൽകി. He says, be strong. അവനോട് പറഞ്ഞു, നീ വളരെ ധൈര്യവാനായിരിക്കുക. He says here, be a man. നീ ഒരു പുരുഷനായിരിക്കുക. And he says number 3, observe what the Lord your God requires. ദൈവത്തിന്റെ എന്താ പറയാ ആവശ്യങ്ങളെ, ദൈവത്തിന്റെ കൽപ്പനകളെ നീ മുറുകെ പിടിക്കുക. Walk in his ways. ആ വഴികളിൽ നടക്കുക. And obey his commandments. അവന്റെ നിർദ്ദേശങ്ങളെ നീ അനുസരിക്കുക. And then he says something very important to Solomon.
അവൻ അതിലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശലോമോനോട് സംസാരിച്ചു. So he's telling Solomon, I am going to die. ദാവീദ് ശലോമോനോട് പറഞ്ഞു, ഞാൻ മരിക്കാൻ പോകുകയാണ്. But there is something remaining. ചില കാര്യങ്ങൾ വീണ്ടും പെൻഡിങ് ആയി കിടക്കുകയാണ്, റിമൈനിങ്. There are some promises that are yet to be fulfilled. ചില പ്രാപിക്കേണ്ടതാകുന്ന ചില വാഗ്ദത്തങ്ങൾ ഇപ്പോഴും പെൻഡിങ്ങിൽ കിടക്കുന്ന ഒരു അവസ്ഥയാണ്. So he is reminding, അവൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. just like you may have received some promises last year. ചില കഴിഞ്ഞ നാളുകളിലുള്ള ചില പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ. So this year God is reminding you this is still in pending. ദൈവം ഈ വർഷങ്ങൾ അത് പെൻഡിങ് ആയി കിടക്കുന്ന ചില വാഗ്ദത്തങ്ങൾ കഴിഞ്ഞ നാളുകളിലെ. Amen. God is saying don't forget about it. അത് മറക്കരുതെന്ന് ദൈവം പറയുന്നു. And he reminds Solomon, അവൻ ശലോമോനെ അവൻ ഓർമ്മിപ്പിക്കുകയാണ്, there are some promises over our family. നമ്മുടെ കുടുംബത്തിന് മേലുള്ള ചില പ്രവചനങ്ങൾ, ചില വാഗ്ദത്തങ്ങൾ that will surely come to pass. അത് ചില സംഭവിക്കാൻ പോകുകയാണ്. So in your life as well, in your life as well, നിങ്ങളുടെ ജീവിതത്തിലും every promise that God has spoken over you ദൈവം സംസാരിച്ചിട്ടുള്ള എല്ലാ പ്രവചനങ്ങളും will come to pass. ഇത് സംഭവിക്കാൻ പോകുകയാണ്. Amen. Amen. If you received it 3 years ago or 5 years ago or even last year, കഴിഞ്ഞ 3 വർഷങ്ങളോ 5 വർഷങ്ങളോ അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിലോ, even if you got it then, God is saying don't forget them. ദൈവം പറയുന്നു നീ അത് മറക്കരുത്. Because they will surely come to pass. എന്തുകൊണ്ടെന്നാൽ അത് ശരിക്കും സംഭവിക്കാൻ പോകുകയാണ്. David had a desire to build the temple of the Lord. ദൈവത്തിന്റെ ആലയം നിർമ്മിക്കുവാൻ ദാവീദിന് ആഗ്രഹമുണ്ടായിരുന്നു. But God gave a promise it will happen through your son Solomon. ദാവീദ് പറയുന്നു എൻ്റെ മകനായ ശലോമോനിലൂടെയാണ് അത് സംഭവിക്കാൻ പോകുന്നത്. So David is reminding Solomon of that promise. ആ വാഗ്ദത്തത്തെ ദാവീദ് ശലോമോനിനോട് ഓർമ്മിപ്പിക്കുന്ന ഒരു ഭാഗമാണത്. He says you have to walk uprightly with God. ദാവീദ് പറയുന്നു നീ ദൈവത്തിന്റെ ആലോചന പ്രകാരം, നിർദ്ദേശപ്രകാരം നടക്കണം. Walk according to the commandments of the Lord. ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം നീ നടക്കണം. Walk according to the teachings of the Bible. വചനം പഠിപ്പിക്കുന്നത് പോലെ നീ നടക്കുവാൻ തയ്യാറാകണം. And God will fulfill his promises. ദൈവം ആ വാഗ്ദത്തങ്ങളെ നിങ്ങൾക്ക് പ്രാപിക്കണമാക്കി തരും. And this morning as you are in the presence of the Lord, I want to remind you, if anybody has not made a decision to walk according to the Bible, ദൈവത്തിന്റെ വാക്ക് പ്രകാരം നടക്കുന്നുവെങ്കിൽ God is surely able to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. And it's a reminder to you, if any of you have not received the Lord as your personal Savior, any of you haven't fully obeyed the scriptures, amen, it's a reminder for you to come and walk uprightly with God. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നടന്നില്ലെങ്കിലും ദൈവം ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ നടക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നിങ്ങളോട് പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങൾ വെളിപ്പെടുത്തും. ഹല്ലേലൂയ. Amen, amen. And some of us, we come to church, we want the blessings, we want the miracle, but we don't want to obey God 100%. നമ്മൾ ഈ സഭയിൽ വരുന്നു, നമ്മൾ മിറക്കിൾ കാണുന്നു, ഇതിന്റെ സഭയുടെ പേര് കാണുന്നു, മറ്റെല്ലാം കാണുന്നു, പക്ഷേ ദൈവത്തെ നമ്മൾ അനുസരിക്കുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കില്ല. Some of us are willing to do 50%, you know. Some of us we will obey half the Bible, you know. നമ്മൾ ഒരു 50% ദൈവത്തെ വിശ്വസിക്കാറുള്ളൂ. Amen. But God is saying if you will obey the Lord and obey his commandments 100%, God is surely able to bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തിൽ 100% വിശ്വസിക്കുന്നുവെങ്കിൽ വലിയ ദൈവ പ്രവർത്തികൾ ദൈവം നൽകും. ഹല്ലേലൂയ. So it's a reminder to us, if you haven't accepted the Lord as your personal Savior, let today be a day where you surrender your life. Amen. Amen. If you haven't entered into the waters of baptism, today be a day that you take a decision, I'm going to obey God completely. നിങ്ങൾ സ്നാനപ്പെടുവാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് നമ്മൾ പറയുന്ന ഒരു കാര്യം, നമ്മൾ കംപ്ലീറ്റ്ലി ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുമെന്നുള്ള ഒരു ഉറപ്പോടുകൂടിയാണ്. Amen. Amen. So I want to encourage all of you to obey the Lord, to walk in his ways, to follow what the Bible teaches, and God is surely able to bless you. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവം പറയുന്നതിനെ അനുസരിക്കുവാനും ദൈവം പറയുന്ന വഴികളിലൂടെ നടക്കുവാനും തയ്യാറായാൽ ഞാൻ വീണ്ടും പറയുന്നു, ദൈവം നിങ്ങളെ അസാധാരണമാവിധം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. Amen, amen. Let's all stand up in the presence of the Lord. Let's just submit ourselves before this word. God, maybe you are like this man at the pool of Bethesda. ചിലപ്പോൾ നിങ്ങൾ
ബെഥസ്ദയിൽ കിടന്നിരുന്ന ആ രോഗിയെ പോലെ ആയിരിക്കാം. Maybe you got comfortable where you are. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾ വളരെ സുഖപ്രദമായിരിക്കാം നിങ്ങൾ പോകുന്നത്. Maybe you have this victim mentality in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു victim ആയിട്ട് നിൽക്കുമായിരിക്കും. നിങ്ങൾ ഒരു victim ആയിട്ട് നിൽക്കുകയായിരിക്കും. You are saying why I am in this position. ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. But God wants you to be victorious. പക്ഷേ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചില നേട്ടങ്ങളെ അതിശയങ്ങളെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. Will you submit to God today? Sorry. Will you submit to God today? നിങ്ങൾ ഈ ദിവസം ദൈവത്തിൽ സബ്മിറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. God is asking, do you want to get well? ദൈവം ചോദിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? Do you want your situation to change? നിന്റെ അവസ്ഥകളെ മാറുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? God is saying this is the time where he is going to fulfill the promises in your life. ദൈവം പറയുന്നു ഇതാകുന്നു നിന്റെ സമയം നിന്റെ വാഗ്ദത്തങ്ങളെ നിനക്ക് പ്രാപിക്കുവാൻ. Amen. If you will trust God's word, ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ he is able to fulfill those promises. നിന്റെ വാഗ്ദത്തങ്ങളെ നിനക്ക് നൽകുവാൻ ദൈവം കരുത്തനാണ്. ഹല്ലേലൂയ. Amen. How many of you will submit to God and say, God, എത്ര പേർ ആഗ്രഹിക്കുന്നു, എത്ര പേർ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു? God, will you come to me where I am? ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിലേക്ക് വരുവാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവം? Just like Jesus came to the man at the pool of Bethesda. എങ്ങനെയെന്ന് ചോദിച്ചാൽ ബെഥസ്ദ കുളത്തിന്റെ അരികിലേക്ക് യേശു വന്നതുപോലെ will you ask, Lord, come to me? നിങ്ങൾ പറയുക യേശുവേ എൻ്റെ അരികിലേക്ക് ഒന്ന് വരിക. Because he is willing to heal. Amen. അവന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ കഴിയും. He is willing to deliver you. നിന്റെ ജീവിതത്തിൽ വിടുതലുകളെ തരുവാൻ ദൈവത്തിന് കഴിയും. Amen. He is willing to send the breakthrough. നിന്റെ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂകളെ തരുവാൻ ദൈവത്തിന് കഴിയും. God is asking, do you want to get well? യേശു ചോദിക്കുന്നു നിങ്ങൾക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? And if you have that desire, God is able to do that. നിനക്ക് ആ ആഗ്രഹമുണ്ടെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. Let's all submit to God. Let's all ask God, God, would you come close to me? You are our healer. Hallelujah. You are a miracle worker. You are the God who can do the impossible among us. Hallelujah. God, would you move in our midst? The dry bones can come to life in the name of Jesus. Amen. If we will just submit to him. It doesn't matter how bad your situation might be. It doesn't matter how long you've been standing at the pool of Bethesda. It doesn't matter how long you've been praying for the same thing, but God is able to send an answer. നിന്റെ അവസ്ഥകൾ എന്തുമായിക്കോട്ടെ, നീ എത്ര നിരാശകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും, നീ എത്ര വർഷമായി നീ കുളക്കരയിലായിരിക്കുന്നുവെങ്കിലും ദൈവം നിന്നെ സൗഖ്യമാക്കുവാൻ കരുത്തുള്ളവനാണ്. ഹല്ലേലൂയ. Amen. And maybe you have been rejected, but God is able to bring you into his family and call you his son. ഹല്ലേലൂയ. ചില നാളുകളിൽ നീ തഴയപ്പെട്ടവനാണെങ്കിലും ഈ നാളുകളിൽ ദൈവം നിന്നെ ചേർത്ത് പിടിക്കുവാൻ ആഗ്രഹിക്കുന്നു. Amen. How many of you want to be a child of God today and say, God, I want to be your child? എനിക്ക് നിന്റെ പുത്രനാകുവാൻ, എൻ്റെ മകനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And the Bible says, seek first the kingdom of God and his righteousness. മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി സകലതും, everything that you need. Amen. Everything you need, God will add it to you. Hallelujah. Amen. We're going to worship God for one moment. And I believe God is going to send healing. God is going to send breakthrough. God is going to send deliver amongst you. After that, pastor is going to minister and pray for you. So let's just submit ourselves, lift up our hands in the presence of the Lord. God can move and do mighty wonders among us. Amen. Nothing is too difficult for our God. Amen. Whatever situation you might be facing, whether it is financial, health related, whatever it might be, our God is a healer. Our God is a miracle worker. Our God is a promise keeper. The one who promised is faithful. Amen. Hallelujah. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. Amen. Can you turn to your neighbor and say, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ? വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തൻ. And in 2025, God is going to start fulfilling the promises. ഈ 2025 നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളും വാഗ്ദത്തത്താലും ദൈവം നിറയ്ക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ. Hallelujah. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്,
മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുമില്ലാതെകനാകുമോ മരണനിഴലിൻ ഭീതിയേറുമ്പോ, ആരുമില്ലാതെകനാകുമോ മരണനിഴലിൻ ഭീതിയേറുമ്പോ. ഓ അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ രൂഹ, പരിശുദ്ധ രൂഹ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാവരുകത്തിന് തോൽവിയേറ്റ പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാവരുകത്തിന് തോൽവിയേറ്റ നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. അപ്പാ പിതാവേ, അപ്പാ പിതാവേ, വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാത്രത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ രൂഹ, വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. ഓ വാഗ്ദത്തത്തിൻ സമയമാണിത്. മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഓ യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പിതാവേ, പരിശുദ്ധ രൂഹ,
പരിശുദ്ധ രൂഹ പരിശുദ്ധ രൂഹ അപ്പാ പിതാവേ പരിശുദ്ധ രൂഹ ഇസ്രായേലായി മാറും ഇടയൻ രാജമായി എഴുന്നേൽക്കും ഇസ്രായേലായി മാറും ഇടയൻ രാജമായി എഴുന്നേൽക്കും ഹല്ലേലൂയ 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 ആമേൻ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ആമേൻ. വിതയുടെ സീസൺ കഴിഞ്ഞു. ആമേൻ. കൊയ്ത്തിന്റെ സീസണാണ്. ആമേൻ. എത്ര പേര് ആമേൻ പറയും? ആമേൻ. ആമേൻ. ഇനി വാഗ്ദത്തം കേൾക്കുന്ന സമയമല്ല, വാഗ്ദത്തം പ്രാപിക്കുന്ന സമയം. എത്ര പേര് ആമേൻ പറയും? കഴിഞ്ഞ വർഷങ്ങൾ മുമ്പ് കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ ഒത്തിരി ദൂതുകൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ട്, ഒരുപാട് ദൈവശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നു പകൽ ആത്മാവ് പറയുകയാണ്, കേൾക്കുന്ന സമയം കഴിഞ്ഞു, പ്രാപിക്കുന്ന സമയം ആത്മാവ് തുറക്കുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പറഞ്ഞതുപോലെ 38 വർഷം കുളക്കരെ കിടക്കുകയാണ് അവൻ. ആമേൻ. 38 വർഷവും സകല പ്രതീക്ഷകളും അവസാനിച്ച് ഇനി ഈ വിഷയത്തിന്റെ അകത്തൊരു ചലനമില്ല. ഒത്തിരി പേര് വിടുതൽ പ്രാപിക്കുന്നത് കണ്ട്, ഒത്തിരി പേര് രക്ഷപ്പെടുന്നത് കണ്ട്, ഒത്തിരി പേര് സൗഖ്യം പ്രാപിക്കുന്നത് കണ്ട്, ദൂതനുമായിട്ട് പലരും ദൂതനിറങ്ങുമ്പോൾ അത് കണ്ടും പലവിധമായ അവൻ വിടുതലുകൾ കണ്ട് ഒരുത്തൻ 38 വർഷം അവിടെ കിടക്കുകയാണ്. രാമൻ പറഞ്ഞാട്ടെ, 38 വർഷം അവന്റെ ജീവിതത്തിന്റെ അകത്ത് ആ കൊളക്കര വിട്ട് ചരിച്ചൊരു ചരിത്രമില്ല. 38 വർഷം ആ ബൗണ്ടറി വിട്ട് പുറത്തു പോയൊരു ചരിത്രമില്ല. പക്ഷെ യേശു അവന്റെ അടുക്കൽ വന്നപ്പോൾ അവന്റെ ബൗണ്ടറികൾ പൊട്ടി. ഇന്നു പകൽ എത്ര പേര് ആമേൻ പറയാ? ഇന്നു പകലിൽ വാഗ്ദത്തത്തിന്റെ സമയത്ത് നിന്റെ പരിധിയെ പൊട്ടിച്ച എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. 38 വർഷം അവൻ ആ കുളക്കരയിൽ കിടക്കുകയാണ്. ആമേൻ. അതിനപ്പുറത്ത് അവൻ കണ്ടിട്ടില്ല. ആമേൻ. ആ ബൗണ്ടറിക്ക് അപ്പുറത്ത് അവൻ പോയിട്ടില്ല. പക്ഷെ യേശു വന്നപ്പോൾ അവന്റെ പരിധി പൊട്ടി. എത്ര പേര് ആമേൻ പറയുക? അവന്റെ വിടുതലിന്റെ ടൈം ആയപ്പോൾ അവന്റെ പരിധി പൊട്ടി. ഇന്നു പകലൊരു ദൂത വാഗ്ദത്തത്തിന്റെ സമയം തുറന്നപ്പോൾ നിന്റെ ബൗണ്ടറിയെ പൊളിച്ച ഒരു വലിയ പരിധിയില്ലാത്ത ഇന്നു പകൽ എത്ര പേര് ആമേൻ പറയും? എത്ര പേര് ആമേൻ പറയോ? ബൗണ്ടറികൾ പൊളിയുകയാണ്, അതിരുകൾ പൊളിയുകയാണ്, അതിരുകൾ പൊളിയുകയാണ്. ഹല്ലേലൂയ. 32 വർഷത്തെ സമയം കഴിഞ്ഞു. ഇന്നു പകലൊരു ദൂത കൊളക്കരയിൽ കിടന്ന നിന്റെ കിടന്ന സീസൺ കഴിഞ്ഞു. എത്ര പേര് ആമേൻ പറയും? നിന്റെ കിടന്ന സീസൺ കഴിഞ്ഞു. ഇന്നു പകൽ നീ എഴുന്നേക്കാൻ പോവാ. എത്ര പേര് ആമേൻ പറയും? ഇന്നു പകലിൽ നീ എഴുന്നേൽക്കുന്ന സമയമാണ്. നീ കിടക്കുന്ന സമയമല്ല, നീ ഒതുങ്ങുന്ന സമയമല്ല, നീ എഴുന്നേൽക്കുന്ന. ആമേൻ. ഹല്ലേലൂയ. എഴുന്നേൽക്കുക മാത്രമല്ല, ആമേൻ, അവന്റെ ഹൃദയത്തിന്റെ അകത്ത് 38 വർഷം ഉണ്ടായിരുന്ന അവന്റെ ആഗ്രഹത്തിനകത്തേക്ക് അവന്റെ യാത്ര ചെയ്തു തുടങ്ങുക. ഇന്നു പകലൊരു ദൂത് കിടന്ന സീസൺ അവസാനിപ്പിച്ചിട്ട് നിന്നെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സീസൺ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ തുറക്കുകയാണ്. കിടന്ന സീസണെ പൊളിച്ച, കിടന്ന സീസണെ പൊളിച്ച, കിടന്ന സീസണെ പൊളിച്ച ഉയരങ്ങളിലേക്ക്. ആമേൻ.
സമയം തിരിഞ്ഞു. രാമൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ. കാലം തിരിഞ്ഞു. രാമൻ പറഞ്ഞാട്ടെ. ഇനി നീ കിടക്കുന്ന കാലമല്ല. എത്ര പേർ രാമൻ പറയും? അടുത്തിരിക്കുന്ന രണ്ടുപേർക്ക് കരം കൊടുത്തു പറഞ്ഞാട്ടെ, കാലം തിരിഞ്ഞു. വേഗത്തിൽ രണ്ടുപേർക്ക് കരം കൊടുത്തു പറഞ്ഞാട്ടെ, കാലം തിരിഞ്ഞു. ആമേൻ. ഇനി നീ തകരുന്ന കാലമല്ല. ആമേൻ. ഇനി നീ കുളത്തിന്റെ കര കിടക്കുന്ന കാലമല്ല. ഹല്ലേലൂയ. ഇനി നീ വാഗ്ദത്തം കേട്ടോട് നടക്കുന്ന കാലമല്ല. ഇത് പ്രാപിക്കുന്ന കാലം വെളിപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. കാലം തിരിഞ്ഞു, സമയം തിരിഞ്ഞു. ആമേൻ. ഇനി നീ ഉയരങ്ങളിലേക്കുള്ള കാലമാണ്. എത്ര പേര് ആമേൻ പറയും? ഹല്ലേലൂയ. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. എത്ര പേര് ആമേൻ? ഹല്ലേലൂയ. ഇതേത് കാലമാണ്? നീ ക്ഷീണിച്ചു പോകുന്ന കാലമല്ല, തളർന്നു പോകുന്ന കാലമല്ല, നശിക്കുന്ന കാലമല്ല, ശാപത്തിന്റെ കാലമല്ല. ആമേൻ. നീ ഉയരങ്ങളിലേക്ക് എത്തുന്ന, ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ തേജസ് മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. മേലെ ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ദൈവത്തിന്റെ തേജസ് മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ഉയരത്തിൽ പറക്കണമെങ്കിൽ ഇങ്ങനെ ചിറകടിച്ച് നടക്കുകയില്ല. രാമൻ പറഞ്ഞാണ്ട്. ഹല്ലേലൂയ. ഉയരത്തിൽ പറക്കണമെങ്കിൽ ഇങ്ങനെ ചിറകടിച്ച നടക്കുകയില്ല. അവന് ഇങ്ങനെ ചിറകടിച്ചാൽ എന്ത് ചെയ്യത്തില്ല? എന്നാ പൊങ്ങത്തില്ല. പൊങ്ങണമെങ്കിൽ കൈ വിരിച്ച് പറക്കണം. എത്ര പേര് രാമൻ പറയും? കഴുകൻ പറക്കുന്നത് കാക്ക പറക്കുന്ന പോലെ അല്ല. അവൻ കഴുകന്റെ ചിറക് കാക്കയുടെ ചിറക് പോലെ അല്ല. ഇന്നു പകലൊരു ദൂത് പറയാം. ചിലതിന്റെ മേൽ നിന്ന് കാക്കയുടെ ചിറക് മാറ്റി കഴുകന്റെ ചിറകിനെ ഇന്നു പകൽ എത്ര പേർ കാമം പറയാൻ പറ്റും? ഹല്ലേലൂയ. എല്ലാവരും അവൻ കരം വിരിച്ച ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ഇത് ചിറകടിച്ചു ഉയരും കാലം, ഉയരങ്ങളിൽ പറക്കും കാലം. ദൈവത്തിന്റെ മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടും. കൈവിരിച്ചോ. ദൈവത്തിന്റെ മേലുദിച്ചതാൽ ഉയരങ്ങൾ. രണ്ട് കരങ്ങളെ വിരിച്ചോ. ഉയരെ പറക്കും. ഉയരെ 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 പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ദൈവത്തിന്റെ മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. പറ. ദൈവത്തിന്റെ മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടും. ശരിക്കും ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും. ഉയരെ 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 ഞാൻ പറക്കും.
പ്രൊഫറ്റിക്കൽ ആക്ഷനാണ്. കൈയടിച്ചവരെല്ലാവരും, പറക്കാതെ കൈയടിച്ചുകൊണ്ട് നിന്നവരെല്ലാവരും 2025 ഞങ്ങൾ പറക്കുമ്പോൾ താഴെ നിന്ന് കൈയടിച്ചുകൊണ്ടിരിക്കും. ആമേൻ. ഈ കർത്താവിൻ്റെ മുമ്പിൽ എല്ലാ നാണത്തെ മാറ്റണം. എത്ര പേര് ആമേൻ പറയും? ഈ പെട്ടകം ഈ പട്ടണത്തിലെത്തിയപ്പം ദാവീദ് ഷർട്ട് പോലും ഇട്ടിട്ടുണ്ടെന്ന് എന്ത് ചെയ്തില്ല, പുള്ളി ചിന്തിച്ചില്ല. ഒരു നാണവും ഇല്ലാതെ പുള്ളി എന്ത് ചെയ്തു? ചച്ചന്മാരാരും ഷട്ടൂരി കളയരുതെന്ന് ഇന്ന് പകൽ ഓർപ്പിക്കുക. ഷട്ടൂരി കളയുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. ആമേ. നമ്മളൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ ചെയ്യുമ്പോൾ ഒരു നാണവും ഇല്ലാതെ അങ്ങ് ചെയ്യണം. രാമൻ പറഞ്ഞാട്ടെ. 25 സാധാരണ ഒരു വർഷമല്ല. ഓ, എത്ര പേർക്ക് ആത്മാവിൽ തിരിച്ചറിയാം. സോനുപാഷ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. 25 ഭയങ്കര പ്രതീക്ഷയോടെ കയറുക. എത്ര പേര് ആമേൻ പറയും? 25 പ്രതീക്ഷയോടെ കയറുന്ന വർഷമാണ് ഈ വർഷം. നീ കറങ്ങി നടക്കുന്ന സമയമല്ല, നീ പറന്നു നടക്കുന്ന സമയമാണ്. ഓ, എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? നീ കറങ്ങുന്ന സമയമല്ല, നീ പറക്കുന്ന. കറങ്ങുന്ന സീസൺ കഴിഞ്ഞു, പറക്കുന്ന സീസൺ. ഇന്നു പകലിൽ ഞാൻ കാക്കയല്ല, ഞാൻ കൊക്കല്ല, ഞാൻ കഴുകനാണ്. തോക്കുള്ളവന് കാക്കയെ വെടിവെക്കാം, തോക്കുള്ളവന് കൊക്കിനെ വെടിവെക്കാം, മുണ്ടിയെ വെടിവെക്കാം. പക്ഷെ ഇന്നുവരെ ഒരുത്തും പോലും കഴുകനെ വെടിവെച്ചിട്ടില്ല. അവന്റെ ഉയരം ഇവൻ അളക്കാൻ കഴിയുന്നതിന് അപ്പുറമാണ്. ഈ 2025 പലർക്കും അളക്കാൻ കഴിയാവുന്നതിനും പറപ്പിക്കുന്ന. എത്ര പേര് ആമേൻ പറയും? പകൽ ഇതിനകത്ത് ചിലതിന്റെ മീതെ. അങ്ങനെങ്കിൽ ഒരുമിച്ചുറപ്പോടെ ഉയരങ്ങളിലേക്ക്, ഉയരങ്ങളിലേക്ക്. ചിറകടിച്ച് ഉയരും കാലം, ഓ ഉയരങ്ങളിൽ പറക്കും. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഓ ഉയരങ്ങളിൽ പറക്കും കാലം. ഓ ദൈവത്തിന്റെ ഉദിച്ചതാൻ, ആഹാ. ഓ ദൈവത്തിന്റെ ഉദിച്ചതാൻ. ദൈവത്തിന്റെ ദൈവത്തിന്റെ നടക്കുകയല്ല, ഈ പരിപാടി നടക്കുകയല്ല. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ഉയരങ്ങളിൽ പറക്കുമ്പോൾ ചിലർ ഈ താഴെ നിന്ന ആരോടാ ചോദിക്കുന്നേ? നമ്മളോടാ ചോദിക്കുന്നല്ലേ? നമ്മളെല്ലാം ഉയർത്തി പറക്കുക. ചിലർ താഴെ നിന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ നാളേക്കേട് നമുക്കാണ്. ഇന്ന് പകലിൽ എല്ലാവരും പറഞ്ഞേ പറ്റത്തുള്ളൂ. രാമൻ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇപ്പൊ പറക്കാത്ത പലരും ഇതിനകത്ത് നിൽപ്പുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ഒന്നുകൂടെ പാടാൻ പോവാ. അവരിതിനകത്ത് പറന്നില്ലെങ്കിൽ നിന്നെ പറപ്പിച്ചിട്ട് ഞങ്ങൾ നിർത്തും.
ഹല്ലേലൂയ. പറക്കാതെ ഇന്ന് പകലിൽ ആശീർവാദം പറഞ്ഞത് പ്രശ്നമില്ല. ആമേൻ. പറക്കാത്തവരും ആമേൻ, കർത്താവ് പറഞ്ഞ പോലെ വീണ്ടും ഒരവസരോടെ തരിക. ഹല്ലേലൂയ. ഇത് ചിറകടിച്ച് ഉയരും കാലം, ഓ ഉയരങ്ങളിൽ പറക്കും കാലം. കൈയെല്ലാം വിടർത്തിക്കും. ഇത് ചിറകടിച്ച് ഉയരും എല്ലാവരുടെ കൈ, ഓ ഉയരങ്ങളിൽ പറക്കും കാലം, ഓ ദൈവത്തിന്റെ പറക്ക് ഉയരങ്ങളിൽ താഴ്വരകളെ താണ്ടി, ഓ ദൈവത്തിന്റെ തേജസ് മേൽ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ മരുഭൂമിയിൽ ചുറ്റും കാൽ തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ, ഓ മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. ഓ ദൈവത്തിന്റെ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. മരുഭൂമിയിൽ ചുറ്റും കാലം തീർന്നു പോയല്ലോ, മതിലുകളെ മറികടക്കും നേരം വന്നല്ലോ. ദൈവത്തിന്റെ എന്നെ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ എന്നെ ഉദിച്ചതാൽ ഉയരങ്ങളിൽ ഉയരെ 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 പറക്കും, ഉയരെ 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 പറക്കും, മേലെ ഉയരെ 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 പറക്കും, ഉയരെ 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 പറക്കും. ദൈവത്തിന്റെ എന്നെ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ എന്നെ ഉദിച്ചതാൽ ഉയരങ്ങളിൽ പറക്കും. ഉയരെ 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 പറക്കും, ഉയരെ 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 പറക്കും, മേലെ ഉയരെ 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 പറക്കും, ഉയരെ 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 പറക്കും. ദൈവത്തിന്റെ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ ഉയരങ്ങളിൽ പറന്നിടുമേ. ദൈവത്തിന്റെ തേജസ് മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ മേലെ ഉയരെ 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 ഞാൻ പറക്കും, ഉയരെ 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 ഞാൻ പറക്കും. ഓ ദൈവത്തിന്റെ തേജസ് മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ. ഓ ദൈവത്തിന്റെ തേജസ് മേലുദിച്ചതാൽ ഉയരങ്ങളിൽ പറന്നിടുമേ.